എന്റെ കസ്തൂരി നീ പട്ടുടുത്തു പൊട്ടു. അയ്യോ 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 തൊടാതെ സംസാരിക്കാൻ സഹോദര. അയ്യോ കൈ ഇനി വാ. എന്താ പ്രശ്നം? ഞങ്ങളിങ്ങനെ ചുമ്മാ മാങ്ങ പറിക്കാനായിട്ട്. നിങ്ങൾ ഇപ്പൊ കാണിച്ചത് ആണുങ്ങൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ? ഞങ്ങളൊന്നും ചെയ്തില്ല. ഇതെപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കണോ? ആ ശരി പോരെ. ആ തുടക്കേ. അത് മുണ്ടി തുടക്കേ. ആ അത് അവളുടെ കൊടുക്ക. ഇങ്ങോട്ട് തിരിഞ്ഞു. ആ കസ്റ്റഡി ഒരെണ്ണം കൊടുക്ക. നീക്കേ. എനിക്ക് റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കസ്റ്റഡി. നീ പാട്ട് പാടുമല്ലടാ? ഇല്ല. ഡാൻസും ചെയ്യും. ഒരു പാട്ട് പാടാ. കസ്തൂരി ഡാൻസ് ചെയ്തോണ്ട് എന്താ എന്താ അവിടെ എന്താ എന്താ പ്രശ്നം? എന്തിനാ നിങ്ങളെ കെട്ടിട്ടിരിക്കണേ? ഇതും വല്ല അഭ്യാസം മറ്റാണ്. ഇവന്മാരുടെ ചില അഭ്യാസങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു അഭ്യാസം. എന്താ കാര്യം? നേരിട്ട് അങ്ങോട്ട് ചോദിക്കണം. തമ്പുരാനെ രക്ഷിക്കണം. ആന ചവിട്ടി ചേത്ത അതിനൊരു അന്തസ്സുണ്ട്. ഇത് പൊറുംപൊടിയായിട്ട് ചാവാൻ പോവുക. ഞാനൊന്ന് സൂചിപ്പിക്കണ്ടായാലോ, തെക്കേ പറമ്പിൽ അഭ്യാസങ്ങൾ കാണിക്കുമ്പോഴത്തേകളാ. ഓഹോ. ഇവരെ അഴിച്ചുവിടും. വരട്ടെ. അവരെ കെട്ടിയിട്ടത് ഞാനാ. അഴിച്ചുവിടാനും എനിക്കറിയാം. തർക്കുത്തരം പറയാനോ താൻ? ആരോടാ സംസാരിക്കുന്നത് അറിയോ? തമ്പുരാൻ, പ്രതാപവർമ്മ തമ്പുരാൻ. എന്താ അതെന്റെ പേര്? ശംഖു. വലിയ മിടുക്കനാണ് അല്ലേ? എന്തിനാ ഇവരെ കെട്ടിയിട്ടെ? പോക്കൃത്തരം കാണിച്ചിട്ട്. ഞങ്ങളൊന്നും കാണിച്ചില്ല. ഈ പെണ്ണ് ഞങ്ങളുടെ മുമ്പ് വന്ന് കൊഞ്ചു കൊഴിഞ്ഞപ്പോ ഞങ്ങൾ അടിച്ച് പല്ലേന്തായിടും. എടാ തെരുവിലാണ് ജീവിക്കുന്നത് വെച്ചാൽ അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് പോട്ടെ. ക്ഷമിച്ചുകളാ, ചെറുപ്പക്കാരല്ലേ. പോട്ടെ കുട്ടി. ഒരബദ്ധം പറ്റിപ്പോയതാണ്. ഈ പ്രദേശത്ത് കണ്ടുപോരുത്. ഓക്കോ. ആവേശം കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? കസ്തൂരി. കസ്തൂരി. വാ. എന്നാ പോവാ. പോവാ. ആ ഇതിപ്പോ പലതവണയായി സാവിത്രിക്കുട്ടി എന്നെ നിരാശപ്പെടുത്തുന്നു. ഞാൻ എത്രത്തോളം മാന്യത കാണിക്കുന്നു അത്രത്തോളം സാവിത്രിക്കുട്ടി അഹങ്കാരം കാണിക്കുന്നു. ഇല്ലേ? ഒരു ബലപ്രയോഗത്തിനാണെങ്കിൽ ഇവിടുന്ന് എണീറ്റ് 2 അടി നടന്നാ മതി. എനിക്ക് ആരും എതിർക്കില്ല, സാവിത്രിക്കുട്ടി പോലും. പോ. പക്ഷെ അതിനായിരുന്നെങ്കിൽ ഇതുവരെ കാത്തിരിക്കുമോ ഞാൻ? ഇന്നല്ലെങ്കിൽ ഇനി ഒരിക്കൽ സാവിത്രിക്കുട്ടി എനിക്ക് വഴങ്ങിയേ പറ്റൂ. ഇനിയും എന്റെ ക്ഷമ പരീക്ഷിക്കണോ സാവിത്രിക്കുട്ടി? സാവിത്രിക്കുട്ടി അസലായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പാടാൻ അറിയില്ലേലും പാട്ട് ആസ്വദിക്കാൻ എനിക്കും അറിയാം. ഒരു പാട്ട് പാടും. സാവിത്രിക്കുട്ടിയുടെ പാട്ട് കേൾക്കാനുള്ള അവകാശവും പ്രതാപവർമ്മയ്ക്കുണ്ട്. ഇല്ലേ? ഒരു പാട്ട് പാട്. നിർബന്ധിക്കണോ ഞാൻ? പാടാൻ. എന്തേ നിർത്തിയേ? എനിക്കിനി
വയ്യ ഉണ്ണിമാമൻ, മടുത്തു, ഒക്കെ മടുത്തു. മരിക്കാൻ കൂടി യോഗമില്ലല്ലോ എനിക്ക്. ഞാനില്ലാണ്ടായ സ്വന്തം മക്കളുടെ നേർക്ക് തമ്പുരാൻ തിരിയോന്ന അച്ഛമ്മയുടെ പേടി. തമ്പുരാനോടുള്ള കടപ്പാട് തീർക്കണമെങ്കിൽ, പാങ്ങോട്ടുകാരോട് അച്ഛമ്മയ്ക്ക് ജയിക്കണമെങ്കിൽ തമ്പുരാന്റെ മുമ്പില് ഞാൻ തോൽക്കേ തരുള്ളൂ. അങ്ങനെ ഞാനും വേണ്ടി വന്ന അന്നത്തോടെ ഞാൻ എല്ലാം തീർക്കും. വടക്കേക്കര തറവാടിന്റെ എല്ലാ ശാപങ്ങളും അതോടെ തീരും. അരുതാത്തൊന്നും ചിന്തിക്കരുത് കുട്ടി. ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവിച്ചില്ല നീ. അതിനൊക്കെ നേരിട്ടൊരു മനസ്സില്ല നിനക്ക്. ആ മനസ്സിനെ താത്തരുത്. എന്നെങ്കിലും ഒരിക്കൽ ദുരിതങ്ങളുടെ തടവറയുന്ന ഈശ്വരൻ എന്റെ മോക്ക് ഒരു മോചനം തരാതിരിക്കുവോ? ഈശ്വരൻ തരില്ല എന്ന് വാശി പിടിച്ചതൊന്നും ഞാൻ മോഹിക്കണില്ല ഉണ്ണിമാമൻ. ഒറ്റ സങ്കടേ ബാക്കിയുള്ളൂ. ഉണ്ണിമാമെ അച്ഛന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എനിക്ക്. മോളെ, അന്ന് കാരണവന്മാരും അച്ഛമാമയൊക്കെ എതിർത്തപ്പോ എന്റെ അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ ഉണ്ണിമാമയ്ക്ക്? എങ്കിൽ ഉണ്ണിമാമയുടെ മോളായിട്ട് ജനിക്കായിരുന്നല്ലേ എനിക്ക്. കരയല്ലേ മോളെ? കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ കാക്കരക്കാവിലെ മഞ്ഞച്ചമ്പക ചോട്ടിലിരുന്ന് കരയായിരുന്നു ഈ ഉണ്ണിമാമ. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ വരാൻ. കണ്ണടയ്ക്കണതിന് മുമ്പ് ഈ മുറ്റത്ത് ഒരിക്കൽ കൂടി കാണാൻ ഭാഗ്യം ഉണ്ടായല്ലോ ഉണ്ണിയെ. ഈ മുറ്റത്തിന് ചവിട്ടില്ലാന്ന് ആണയിട്ട് ഇറങ്ങിയിട്ട് കൊല്ലങ്ങളായല്ലോ. ഇത്തരം വരാപ്പ എന്താ ഉണ്ടായാണാവോ വിശേഷം? കൃഷ്ണനുണ്ണിക്ക് വിശേഷമൊന്നുമില്ല. മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളേ ഉള്ളൂ. കാക്കരക്കടവുകാർക്ക് അടക്കം പറഞ്ഞ് ചിരിക്കാൻ വിശേഷങ്ങൾ ഉണ്ടാവണു ഈ തറവാട്ടിന്ന്. മനസ്സിലായില്ല. അച്യുതേട്ടൻ പലതും മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു. അപ്പം കൊടുത്ത് അടിമകളെ ഉണ്ടാക്കുന്നവൻ ആ തമ്പുരാൻ. അവന്റെ അച്ഛൻ ജയവർദ്ധൻ തമ്പുരാൻ നടക്കുന്ന വഴിയിലൊന്നും മാനം കെടാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയിരുന്നില്ല. ആ ചോര തന്നെ ഇവന്റെ തടിമല്. കൃഷ്ണുണ്ണി മതി. നിന്നേക്കാൾ 5-6 ഓണം അധികം ഉണ്ടവനായി അച്യുതൻ. എന്നിട്ടും അച്യുതേട്ടൻ ഈ കാണിക്കുന്നതൊക്കെ സാവിത്രി കുട്ടി പ്രതാപവർമ്മയ്ക്കാരാ. ഒരു താലിയിടുവോ അയാൾ അവന്റെ കഴുത്തില്? വേണ്ട, ഒരു പുടവ കൊടുക്കുവോ കുട്ടിക്ക്? ഉത്തരം ഞാൻ പറയാതെ തന്നെ ഇയാൾക്ക് അറിയാലോ. അതിന്റെ വിധി അത് മാറ്റി എഴുതാ ഒക്കും ഇയാൾക്ക്. വിധിയല്ലല്ലോ ഇപ്പൊ അതിനെ കണ്ണിട്ട് കുടിപ്പിക്കണത്. വിധിക്കുമേലെ നിങ്ങൾ കെട്ടിവെച്ച ദുരിതമല്ലേ? എടോ, പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പാ. ഒരു പരിഹാരം ഉണ്ടോ ഇയാൾക്ക് നിർദ്ദേശിക്കാൻ? അച്ഛനും അമ്മയും ഇല്ലാത്തതാണ് ആ കുട്ടിക്ക്. ഇനിയും അതിന്റെ കണ്ണീരി മുറ്റത്ത് വീണാൽ ദൈവം പൊറുക്കില്ല. വേണ്ട, പുറക്കണ്ട. അന്നത്തിനും മട്ടിക്കും വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതിയിലെത്തിരിക്കണു. 5 പെമ്മക്കളാടോ എനിക്ക്. ഈ തറവാടിന്റെ സുഹൃദക്ഷങ്ങളൊക്കെ കണ്ടു. കാരണവന്മാരുടെ അസ്ഥിത്തറയും കൂടി കടപ്പെട്ടു. ഒന്ന് ബാക്കിയുണ്ടായിരുന്നു, ഈ കുടുംബത്തിന്റെ അന്തസ്. പ്രതാപവർമ്മ ഈ പടി കയറിയപ്പോ അതും കൂടി നഷ്ടപ്പെടുത്തി. ഒക്കെ നശിപ്പിച്ച അച്യുതേട്ടന് അതെങ്കിലും ബാക്കി വെക്കായിരുന്നു.